ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ട്രിപ്പ് പോവുകയാണ്. ഒരു 2 days ട്രിപ്പ് പോവുകയാണ്. എവിടേക്കാട്ടിയാ? വയനാട്. തീക്കുട്ടി ക്യാമറ ഭയങ്കര ഹൈലൈറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത് ഐഷാഡോ ഒക്കെ ക്ലിയർ ആയി കാണുന്നുണ്ടടാ. എടാ സത്യമായിട്ട് വീഡിയോയില് ഗൈസ് ഞങ്ങൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. വീഡിയോയിൽ എന്തോ പ്രശ്നമുണ്ടാ. നമുക്കത് റബ്ബ് ചെയ്താലോ? വേണോ? കണ്ണു നന്നായിട്ടുണ്ടാ, പിങ്ക് കളർ. അതെ, ഞങ്ങളിപ്പോൾ ടൈം 7 o'clock ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് വയനാട് നമ്മളിന്ന് ഫാമിലി ഫ്രണ്ട്സ് കൂടെ ആട്ടോ പോകുന്നത്. ടീക്കുട്ടി എന്ത് പരിപാടി ചെയ്യുന്നത് കാണിച്ചു തരാം ഗൈസ്. എന്താ കാണിക്കുന്നത്? ഒന്നുമില്ലേ, ടീക്കുട്ടി ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാം. ബൈ. സോ നമ്മൾ ട്രിപ്പ് ഒരു 7:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാറിൽ കയറിയതും അത്ര മാത്രമേ ഓർമ്മയുള്ളൂ. ടീക്കുട്ടി അപ്പം തന്നെ ഫ്ലാറ്റായി ഗൈസ്, ഉറങ്ങിപ്പോയി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെതർ എല്ലാം എക്സ്ട്രീം സൂപ്പർ ആയിരുന്നു ഗൈസ്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ നോക്കി ഒരു വലിയൊരു കാള, അതിന്റെ കൊമ്പ് നോക്കിയേ. ടീക്കുട്ടി നമ്മുടെ അവിടെ ഇത്രയൊന്നും ഉണ്ടാവില്ലല്ലോടാ ഗൈസ്. ഞാനും ആദ്യമായിട്ടാട്ടോ ഇത്രയും. എത്ര എണ്ണം? 4 2 ദൈവമേ നോക്കി ഒരു വലുപ്പം. അങ്ങനെ നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ 2ാമത്തെ ടൈമാണ് ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇവിടെ വന്നപ്പോ അതേ ഫുഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ലോറി കിട്ടല്ല. In 200 meters, your destination will be on the right. ഓക്കെ, മോറിക്യാപ്പ് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു 3.5 hours, 4 മണിക്കൂർ, 3 അല്ല അത്രയും അവേഴ്സ് എടുത്ത് ദേ നമ്മൾ എത്തിയിരിക്കുകയാണ്. വായോ, ഇങ്ങോട്ട് കയറ്റി നിർത്തണോ? ബാഗ് മാത്രം എടുത്തോളൂ. ഓക്കെ, കണ്ണമാമന്റെ ഡ്രസ്സൊക്കെ നിമിഷാന്റെ എടുത്ത് വെച്ചിട്ടുണ്ട് മോനൂസ്. ഗൈസ് കോഴിക്കാട്. ഓ സൂപ്പർ ആയില്ലടാ. ഏതാ വലുത് മുത്ത്? ഏതാ? നന്നായിട്ടാ. റെഡിഷ് നന്നായില്ലടാ. എവിടെ നോക്കടാ? ലിക്വിഡാ അത്? വേണ്ടടാ ചിക്കു എന്ത് കുട്ടിയാ അത്? അത് മണമൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ മോറിക്യാപ്പ് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ റൂമൊക്കെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കല്ലേട്ടിയാ. സ്വിമ്മിംഗ് പൂൾ കാണിച്ചു തരാം. വെയിറ്റ്. കിട്ടിയാ പൂവ്? നോക്കട്ടെ. സോഫ്റ്റ് ഒന്നുമില്ല. ചൊറിയുന്നുണ്ടോ? പറയാൻ പറ്റില്ല കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കരുതേ. ഹലോ, ഇതാണ് ഗൈസ് നമ്മുടെ മോറിക്യാപ്പ്. കയറ വെയിറ്റ് ഗൈസ്. ഇവിടെ നിറച്ച് മങ്കീസ് ഉണ്ട് ഗൈസ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി സംഭവമുണ്ട് ഗൈസ്. ഒരു ചെറിയൊരു ലിവിങ് റൂമാണ് കേട്ടോ ഇത്. പക്ഷെ അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിത് ജക്കൂസി വില്ലയാണ് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ ബെഡ്റൂം, പിന്നെ ഒരു ബാത്റൂം നമുക്കറിയില്ല. ഓക്കെ, ഇനി ഇത് ബാത്റൂമാണ് കേട്ടോ ഗൈസ്. ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ സ്പേഷ്യസ് ആണ് ഗൈസ്. ഓക്കെ, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ പറഞ്ഞറിയിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആട്ടോ ഈ ഭാഗത്ത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ജക്കൂസി ഉണ്ട്. അത് നമ്മൾ ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എപ്പോഴും ഡോറ് ക്ലോസ് ചെയ്യണം, ഇല്ല വച്ചാൽ മങ്കീസ് വരും ഗൈസ്. Don't feed the monkeys. ഒന്ന് ഓപ്പൺ ചെയ്തേ. ഓക്കെ, ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ഒരു വ്യൂ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ജക്കൂസി വെച്ചിട്ടുണ്ട്. കാരണം അതിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യാം ഗൈസ്. ടീക്കുട്ടി ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ചും കുരങ്ങന്മാരാണ് ഗൈസ്. കുരങ്ങന്മാർ അപ്പുറത്തെ കോട്ടേജിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് എന്തോ
ഗൈസ് നമുക്ക് കുക്കീസ് കഴിക്കാം. ഓക്കെ ഗൈസ് ഫ്രണ്ടിൽ മങ്കീസ് വന്നിട്ട് ഗൈസ് ഒരു മിനിറ്റ് കേട് വരുത്തരുത് ഗൈസ്. നമുക്ക് കുക്കീസ് ഇവിടെ കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ കുറച്ച് സ്നാക്സ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്സ് ടൈം തുടങ്ങാൻ പോവുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ എങ്ങനെയുണ്ട് നോക്കൂ. ബട്ടർ ഉണ്ട്, പിന്നെ ഒരു കുക്കി ചോക്കോ. ഓക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇതെല്ലാം ഇവിടെ തന്നെ അവർ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് തങ്കത്തിന് പനിയാണ് ഗൈസ്. നമ്മുടെ കോട്ടേജിൽ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ഗൈസ്. മങ്കി വന്നിട്ടുണ്ട്. വേണ്ട ടീയ, ഡോർ ലോക്കാണ് ഗൈസ്. ഒരു മങ്കി കുട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇലകളൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേഡിനെ കണ്ടപ്പോൾ മങ്കി മേലോട്ട് കയറി ഗൈസ്. അങ്ങനെ ഇറ്റ്സ് പൂൾ ടൈം. നമ്മളിപ്പോൾ കുളിക്കുന്നില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ കുളിക്കുന്നുള്ളൂ ഗൈസ്. ക്ലൈമറ്റ് എല്ലാം സൂപ്പറാണ്, പക്ഷെ തണുപ്പില്ല ഗൈസ്. പെട്ടു നമ്മൾ. പക്ഷെ രാത്രി നല്ല തണുപ്പാണെങ്കിൽ പ്രശ്നമാണ്. നമുക്കിവിടെ 2 പൂൾ വരുന്നുണ്ട് കേട്ടോ. അമേസിങ് ആയിട്ടുള്ള 2 പൂൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഹൈറ്റ് ഇല്ല എന്നാണ് നല്ലൊരു സന്തോഷം. സാധാരണ പൂളുകളിൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവുന്നതാണ്. ഇത് നോക്കി, ഇത് കിഡ്സ് ഏരിയ കേട്ടോ. ഇവിടെ ടീക്കുട്ടി നല്ല തണുപ്പുണ്ട്, അതുപോലെ നല്ല രസമായിട്ടോ. ഇവിടെ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് സാധാരണ നമ്മൾ കൊണ്ടുവരികയായിരുന്നു കേട്ടോ, ഇതുപോലത്തെ ട്യൂബ്സും എല്ലാം. ഇപ്പം അതൊന്നും സൂപ്പർ എക്സൈറ്റഡ് അല്ലേടാ. ഇവിടെ നമ്മൾ ഡാഡിയുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത് നമ്മൾ. ഓ ടിയ, ഇനി നീ തന്നെ അത് എടുത്തിട്ട് വരണ്ടേ ടിയ. അവർ കഷ്ടപ്പെട്ട് ഓരോന്നായിട്ട് ഇങ്ങോട്ട് താഴെ കൊണ്ട് ഇട്ടതാ. നീ വന്ന തന്നെ ഗൈസ്. നമുക്ക് ഇവിടെ ഒരു പുതിയ പൂച്ചക്കുട്ടിയുണ്ട് ഗൈസ്. അയ്യോ, അതിന്റെ തലയിലൊക്കെ എന്താ വെച്ചിരിക്കണേ ടിയ നീ? പിന്നെ ആരാ വെച്ചേ? വേണ്ട ടിയ വേണ്ട. എടാ, ഈ എഗ് പപ്സിന് എന്താ ഷേപ്പ്? ഒരു പ്രത്യേക ഷേപ്പ് അദ്ദിക്കുട്ട. ചിച്ചു ഇഷ്ടപ്പെടും. ജസ്റ്റ് ട്രൈ. എനിക്ക് വേണം, നീ ട്രൈ ചെയ്ത് നോക്കൂ. ടീക്ക് ഏതാ വേണ്ടേ? ടീ കുട്ടി ഏതാ വേണ്ടേ? കഴിച്ചു നോക്ക്. എന്താ പഴംപൊരി തരട്ടെ? ചൂടുണ്ട്, ചൂടോടെ പഴംപൊരി ഗൈസ്. ടീയ കറകു ചിക്കു വീഴുണ്ടോ? പേടിക്കല്ലേ, ഒന്നും മെല്ലെ ആടിട്ടിയ. അങ്ങനെ നമ്മൾ സ്യൂട്ടൊക്കെ ഇട്ട് ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ആദ്യക്കുട്ടൻ ഏതെടുത്തേ? ഏത് കുഞ്ഞു പൂളിൽ ആദ്യം? അല്ല ടിയ ഒരു മിനിറ്റ്, കുഞ്ഞു പൂളിൽ ആദ്യം ഒന്ന് ഇരിക്കണോ? എടാ, അവരൊക്കെ എക്സ്പേർട്ട് സ്വിം ചെയ്യണവരാട്ടോ ചിപ്പി. അവരൊക്കെ എക്സ്പേർട്ട് സ്വിം ചെയ്യുന്നതാ. അല്ല ഇവിടെ നിന്ന് അല്ല ഇല്ല, നിക്ക്, നീ അത്ര ആയിട്ടില്ല കേട്ടോ. മെല്ലെ ടീക്കുട്ടി ഇരിക്കൂ. ചിക്കു ഇറങ്ങല്ലേ. വെയിറ്റ് മെല്ലെ ഇറങ്ങട്ടോ, മെല്ലെ കുഴപ്പമില്ലല്ലോ, ഉറപ്പല്ലേ? ചിക്കുനെ പിടിക്ക്. ചിക്കു മെല്ലേട്ടോ. നിനക്കൊക്കെ മെല്ലെ. ഡാഡി ഇല്ല. വെയിറ്റ്. നല്ല. ഇനി പോവല്ലേ ടിയ, പോവല്ലേ. വെയിറ്റ് അങ്ങോട്ട് പോവല്ലേ കേട്ടോ. ഇത് അത് വേണ്ട കളയെ അത് വേണ്ട. ചിക്കു മാറ്റരുത് കേട്ടോ, ഗൈസ്. അങ്ങനെ ആഴമൊന്നുമില്ല കേട്ടോ. ഡാഡി റൂമിലാണ്, റെസ്റ്റ് ചെയ്യാണ്. ഇവിടെ അദ്ദിക്കുട്ടിനും ടീക്കുട്ടിയും കൂടെ ഒരേ കുളിയാണ് ഗൈസ്. എങ്ങനെയുണ്ടടാ? ആഴമില്ല ഗൈസ്, ആഴം ഒട്ടുമില്ല. ഓ ജസ്റ്റ് മിസ്. ഓക്കെ. ഓ ഗൈസ്, ഇവിടെ ബോൾ എറിഞ്ഞ് കളിയാണ് ഗൈസ്. അദ്ദിക്കുട്ടിനെ കിട്ടിയില്ല. അദ്ദിക്കുട്ടിന് കുറച്ച് ആഴുണ്ട് കേട്ടോ. മെല്ലെ ടീക്കുട്ടി, ഒരുപാട് ദൂരം പോവരുത് കേട്ടോ. ഇവിടെ പറഞ്ഞാൽ കേൾക്കില്ല. അദ്ദിക്കുട്ടി നോക്കി പറഞ്ഞാലേ കേൾക്കില്ല. ചിക്കു കേൾക്കണം ഗൈസ്. ആർക്കും ചെവി കേൾക്കണില്ല ഗൈസ്. ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോവണ്ടെന്ന് പറഞ്ഞാൽ അതേ തന്നെ കേൾക്കണം. മെല്ലെ അറിയൂ. കറക്റ്റ് പിടിച്ചു അദ്ദിക്കുട്ടൻ. പക്ഷെ അദ്ദിക്കുട്ടനെ എറിയുമ്പോൾ അത്ര ഫോഴ്സ് വരുമോന്ന് അറിയില്ല കേട്ടോ. ഫൈനലി ചിക്കു ഗൈസ്. അങ്ങനെ നമ്മുടെ അദ്ദിക്കുട്ടൻ പഠിച്ചെന്നാ തോന്നുന്നത്. അടിപൊളി.
നനച്ചാൽ ഞാനിപ്പോൾ കയറ്റ് വെട്ടിയാ, ഞാൻ ഇനി ദേഷ്യം വരും എനിക്ക്. ഇല്ലടാ ഗൈസ്, ഈ ഒരു പൂ നോക്കി നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള ഒരു പൂവാട്ടോ. ഇത് ശരിക്കും പ്ലാസ്റ്റിക് പൂ പോലെ ഉണ്ട്. തോന്നിയത് എത്ര പേരുണ്ട് ദൈവം, ഇത് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാട്ടോ, ഇത് വേറെന്തോ സംഭവം. അത് നോക്കി ഈ പൂവിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ. ഗൈസ് ഇവിടെ വന്ന് ജക്കൂസിയിൽ ഇരിക്കട്ടെ, കാര്യം പൂളിൽ നല്ല തണുപ്പായിരുന്നേ. ഇവിടെ ഇത്തിരി അത്യാവശ്യം നല്ല ചൂടുണ്ട് ഗൈസ്. ടീക്കുട്ടി ഓക്കെ, ഇപ്പൊ ഇത്തിരി 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 തണുപ്പ് കുറഞ്ഞോ? ഇങ്ങോട്ട് വാ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടോ? ഇവിടെ അത്യാവശ്യം അടിപൊളി ജക്കൂസീസ്. നല്ല ചൂടോടെ തിളച്ചു പൊങ്ങുന്ന ജക്കൂസി കേട്ടോ. ഇവിടെ മറ്റേ ഇത് കുറെ സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിമിഷാനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഗൈസ്. ഏതിന് ഇല്ല മോളെ, ഇരുട്ട്. സൺസെറ്റും കാര്യങ്ങളൊക്കെ എല്ലാ കളറും ഉണ്ടോ? അത്ര ഗൈസ്, വയനാട് നല്ല ടെമ്പറേച്ചർ ആട്ടോ. ടെമ്പറേച്ചർ അല്ല, നല്ല തണുപ്പാണ് ഗൈസ്. എങ്ങനെയുണ്ട് ടിയാ? കളറ് മാറിയടാ. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ജക്കൂസിയിലോട്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. അതികുട്ടനെ വേഗം കുളിപ്പിച്ചത്, കാരണം അവൻ ഓൾറെഡി പനിയുടെ മരുന്ന് കൊടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ടീക്കുട്ടി ഇപ്പോഴും അതിൽ തന്നെ കുളിക്കുകയാണ് ഗൈസ്, ഇനിയും വന്നിട്ടില്ല. Yo. Guys, agree. Okay, Advik, let's do my big. Oh my God. Come there. So these two kids you might have seen on YouTube and all. So they have a record for their age, so many followers and so many well-wishers and so many subscribers. So my name is Kiara Rajesh and I'm a kids YouTuber. And my YouTube subscribers is nearing 5 million subscribers. So I'm really thankful for all of your support. ഓക്കെ ഗൈസ്, നമ്മുടെ ഡിന്നർ ടൈം അല്ലേ? ടീക്കുട്ടി എന്തെല്ലാം എടുത്തേ നോക്കാം കേട്ടോ ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കേർഡ് റൈസ് അല്ല, യോഗേർട്ട്, സാലഡ്സ്, കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. അതിക്കുട്ടൻ എന്താ കഴിച്ചത്? അതിക്കുട്ടൻ വേറെ എന്തോ ഒരു സംഭവം കേട്ടോ. ഇവിടെ സാലഡ്സ് ആണ്, പിന്നെ ഇവിടെ പ്രോൺസ് ബിരിയാണിയാണ്. ടീക്കുട്ടി ഫസ്റ്റ് ടൈം കഴിക്കുക അല്ലേ? ഞാൻ അത് കുറച്ച് എടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ പ്രോൺസ് ആട്ടോ എടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഇവിടെ ഫുഡ് ഒരു രക്ഷയില്ല ഗൈസ്. ഭയങ്കര സ്റ്റാൻഡേർഡും ഹൈ ക്വാളിറ്റി ഫുഡ് ഐറ്റംസും ആട്ടോ. ഞാൻ ടീക്കുട്ടിയുടെ ഫേസ് കാണുന്നില്ല. നീ എന്താ ടീയാ, വീട്ടിലെ പോലെ കരയുകയാണോ? ഇതെന്താ? ഇത് കബാബാണ്. അതെനിക്കറിയില്ല ഗൈസ്. ഇത് ഐ തിങ്ക് ചിക്കൻ വറുത്തരച്ച കറി. ടീക്കുട്ടി അതാണോ എടുക്കുന്നത്? ഒരു കബാബ്. നല്ല വിശപ്പുണ്ട് ഗൈസ്, കാരണം പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞ് വന്നിട്ട്. വേണ്ടേ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ടീക്കുട്ടി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മീൻ കറിയാണ്. ഇവിടെ ഒരാള് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡൺ. ടീക്കുട്ടി ഇതെന്തൊക്കെ സംഭവം ഗൈസ്? പപ്പടം ഇതുപോലെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് പാസ്ത. ദാറ്റ്സ് മമ്മാസ് ഫേവറേറ്റ് പാസ്ത. യു വാണ്ട് ടു ട്രൈ? നമ്മൾ ക്രൂയിസിൽ പോയത് ഓർമ്മ വരുന്നില്ലേ അല്ലേ ഗൈസ്? അവിടെ ഫുൾ ടൈം പാസ്താസ് കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നല്ല കോളിഫ്ലവർ ഫ്രൈ ഉണ്ട് ഗൈസ്. പാസ്ത എടുത്ത് കാണിച്ചിട്ട് ടീക്കുട്ടിയാണ് ഫസ്റ്റ് പാസ്ത എടുത്തിരിക്കുന്നത് കേട്ടോ. യമ്മി ഗൈസ്, ഓ മൈ ഗോഡ്, നല്ല മണമുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇതൊന്നും ടീക്കുട്ടി കഴിക്കില്ല, പനീർ കറി കേട്ടോ. ഇവിടെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. മോറിക്യാപ്പ് റിസോർട്ടിൽ എടുത്ത് പറയേണ്ട സംഭവങ്ങളാണ്. ആലു ബിന്ദി നമുക്കത് പറ്റില്ല ഗൈസ്. വെജിറ്റബിൾ സ്റ്റൂ, അതും നമുക്ക് പറ്റാത്ത സംഭവങ്ങളാണ്. മതി പ്ലേറ്റ്. ഓക്കെ ഗൈസ്, സോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ദിസ് ഈസ് ഫോർ അദ്വിക്കുട്ടൻ കേട്ടോ. അദ്വിക്കുട്ടനാണ് ഇത്. ചിച്ചു മെല്ലെ ദൈവമേ, ഇവിടെ മേപ്പിൾ സിറപ്പ്. ചട്നീസ്, 2 types ഓഫ് ചട്നി ഉണ്ട് മകളെ. ആഹാ, ഇഡലി, ദോശ, വട, സാമ്പാർ,
ഗൈസ് പുട്ട്, കടലക്കറി, ഗുലാബ് ജാമുൻ, ദോശ. ഈറ്റിംഗ് വിത്ത് ഫോർക്കായിരുന്നു ഗൈസ്. അടിപൊളി ദോശ. ഓക്കെ, നന്നായിട്ടുണ്ടോ ഗൈസ്? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് അടുത്തത് മോറി ക്യാപ്പിൻ്റെ തന്നെ വേറൊരു റിസോർട്ടിലോട്ട് പോണ്. അതിക്കൂട്ട് എന്താ കാണിക്കണേ ടിയ? എന്തോ കാണിക്കണേ ടിയ? ഫോണാട്ടോ അതില് ഫോണാണേ ടിയ, നോക്കണം, അങ്ങനെ ചെയ്യരുത് ഗൈസ്. അങ്ങനെ നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് പോവുകയാണ്. ഏതിലാ ഗൈസ്? ഇവിടെ 4 പേരും കൂടിയിട്ട് ഇല്ല, ഞാൻ എടുക്കുന്നില്ല. ഇവിടെ ഇവരുടെ ഒരു ക്യാമറ കൊണ്ട് 4 പേരിനെയും എടുക്കുന്ന സീനുകളാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. സുനിയാന്റെ ഏതൊക്കെയോ പിടിച്ച് അമർത്തുന്നുണ്ട് മക്കളെ. നമുക്കറിയില്ല കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ്. ഒന്ന് വേഗം എടുക്കോ. നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലില്ല. ഓക്കെ, റെഡി. സുനി കുറച്ചുകൂടെ അടുത്ത് വന്നെടുക്ക്. ഓക്കെ, എല്ലാരും തിരിച്ചോളൂ. ഇവിടെ സുനിയാന്റെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിക്ക്. എത്ര നേരാണ്? യെസ് ഗൈസ്, അത് എടുത്തിടാ. ഓ യൂണിക്കോൺ ഗൈസ്, വന്നു. ഞങ്ങള് 4 മക്കളും പിടിച്ചു വലിച്ച് കീറി എടുക്കടാ. അങ്ങനെ 4 പേര് അടിപൊളിയായി വന്നിട്ടുണ്ട്. പേപ്പർ കഴിഞ്ഞു അല്ലേ? ഒരു കൺക്ലൂഷൻ പറയൂ. അടുത്ത വീഡിയോ അടുത്ത